ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു ഉപ്പേരിക്കുള്ള ഐറ്റംസൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു അടിപൊളി പാവക്കപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒട്ടും കയ്പില്ലാതെ എങ്ങനെ പാവക്കപ്പേരി ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കയ്പ്പൊക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിക്കട്ടോ. ഒട്ടും കയ്പില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അതവിടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ഉരുളങ്കയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. അരിയുന്നതിൻ്റെ മുന്നേ കയ്പ്പൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളങ്കിഴങ്ങും തൊലി ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടും ഒരു 2 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളത്തിൽ നിന്ന് ഊറ്റി അതുകൊണ്ട് മാറ്റി വെക്കുക. പിന്നെ ഇപ്പം എന്താ, ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി അങ്ങോട്ട് ചൂടായി വരുന്നപ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്തു. എണ്ണയും നന്നായി ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സബോള നീളത്തിലരിഞ്ഞ് വെച്ചിരുന്നു, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു 4 പച്ചമുളകും കീറിയിട്ടു. ഒന്ന് നന്നായി വഴറ്റുക. നന്നായി ബ്രൗൺ കളർ ആവണ്ടെങ്കിലും ഒന്ന് ചെറുതായി വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായി വഴറ്റിയിട്ട് 1/2 സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ചില ഉപ്പേരിയിലൊക്കെ മുളകും പൊടി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. മുളകും പൊടി നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞച്ച കയ്പയ്ക്ക ഉരുളങ്കിഴങ്ങും കൂടി അതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വഴറ്റി വെച്ച മസാലകളൊക്കെ അതിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ചട്ടകം കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ചു മൂടി വെക്കുക. ഇനി ഇത് തീ സ്ലിമ്മിലിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഞാനൊരു ചമ്മന്തിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉണക്കമീനും പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോഴത്തേന് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടോ. ഞാനിടയ്ക്ക് 2-3 വട്ടം ഒന്ന് ഇളക്കിയിട്ടിരുന്നു. ഇതുപോലെ ആവിയിൽ വെച്ച് തീ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ചോറ് വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ആവി പറക്കണ ചോറും അതിലേക്ക് നമ്മുടെ ഉപ്പേരി നല്ല ചൂട് തന്നെ. കുറച്ച് ചമ്മന്തിയും ഉണക്കമീൻ പൊരിച്ചതും കൂടി ഇട്ടു. ഒരു നെല്ലിക്കച്ചാറ് 2 അല്ലി ഇട്ടു. പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് മോരുകറി ഒഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട്